അനിൽ ആന്റണി ബി.ജെ.പിക്കുണ്ടാക്കിയതിന്റെ ഇരട്ടി ബുദ്ധിമുട്ട് പത്മജ ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.എം.എ. സലാം. ബി.ജെ.പിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നവരെ കുറിച്ചും അത് അനുസരിക്കുന്ന നേതാക്കളെ കുറിച്ചും ഓർത്താണ് തനിക്ക് സഹതാപമെന്നും അദ്ദേഹം പറഞ്ഞു. ജനപിന്തുണ ഇല്ലാത്ത ആളുകളാണ് അനിൽ ആന്റണി, പി.സി. ജോർജ് എന്നിവർ. നല്ല പ്രചാരണം കിട്ടി, പക്ഷേ ബി.ജെ.പിക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്നും സലാം ചോദിച്ചു. അതിൽ മൂന്നാമത്തെ വേർഷനാണ് പത്മജ. പത്മജയ്ക്ക് വേണ്ട അംഗീകാരം കോൺഗ്രസ് നൽകിയിട്ടുണ്ട്, മത്സരിക്കാനുള്ള അവസരവും കൊടുത്തു. അവർ ആകെ ചെയ്ത ജനസേവനം എന്ന് പറയുന്നത് കരുണാകരന്റെ മകളായി ജനിച്ചു എന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. അനിൽ ആന്റണിയെ കൊണ്ട് ബി.ജെ.പിക്ക് ഉണ്ടാക്കിയതിന്റെ ഇരട്ടി ബുദ്ധിമുട്ടാണ് പത്മജ ഉണ്ടാക്കുക. പാർട്ടി മാറിയത് യു.ഡി.എഫിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും CPM-ന്റെ വാദം ഒരാളും സ്വീകരിച്ചില്ല എന്നതിന്റെ തെളിവാണ് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പെന്നും പശ്ചിമ ബംഗാളിലെ മുഴുവൻ CPIM നേതാക്കളും ഇപ്പോൾ ബി.ജെ.പിയിലാണെന്ന് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. പത്മജ നേരത്തെ തന്നെ പോയിരുന്നെങ്കിൽ UDF രക്ഷപ്പെടുമായിരുന്നു. കാലുവാരി എന്ന് പറയാൻ ഇന്നലെ അല്ലല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത്. കോൺഗ്രസിലെ ഇത്തരം ആളുകൾ വേഗം പോകുന്നതാണ് നല്ലത്. UDF-ലെ ഒരു സ്ഥാനാർത്ഥിയെയും ഇത് ബാധിക്കില്ല. കോൺഗ്രസിൽ കൊഴിഞ്ഞു പോക്കില്ല. ഒരു വ്യക്തി പോകുന്നത് കൊഴിഞ്ഞു പോക്കല്ലെന്നും PM സലാം പറഞ്ഞു. എന്തൊക്കെ ഓഫർ കിട്ടി എന്നാണ് പറയേണ്ടത്. മറ്റു പാർട്ടികളിലെ എടുക്കാച്ചരക്കുകളെയാണ് ബി.ജെ.പി എടുക്കുന്നത്. പി.സി. ജോർജ് മെമ്പർഷിപ്പ് എടുക്കാത്തത് ലീഗ് മാത്രമാണ്. അനിൽ ആന്റണി പോയപ്പോൾ വലിയ കോലാഹലമുണ്ടാക്കി. ഇപ്പോൾ എന്തുണ്ടായി? ഈ കാരണത്താൽ TN പ്രതാപന്റെ ഭൂരിപക്ഷം കൂടും. പത്മജ ചാലക്കുടിയിൽ മത്സരിച്ചാൽ അവിടെ UDF-ന് ഭൂരിപക്ഷം കൂടി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.